നീണ്ടു പരന്നു കിടക്കുന്ന വയലേലകളും നിളാനദിയും പിന്നിട്ട് ബാലറ്റ് റൈഡർ എത്തി നിൽക്കുന്നത് കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ എന്നും വേറിട്ട സ്വരമായിരിക്കുന്ന ഏറനാടൻ മണ്ണിലാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്ത് സമരത്തിന്റെയും വലിയ ചരിത്രം പറയാനുള്ള നാട്. അതിനപ്പുറം പ്രവാസികളുടെയും വ്യാപാരികളുടെയും ഒരുപാട് കഥകൾ ഈ നാടിന് പറയാനുണ്ട്. അങ്ങനെ സാംസ്കാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള സമന്വയങ്ങൾ കൂടി ചേർന്ന നാടാണ് മലപ്പുറം. തീർച്ചയായിട്ടും ഇപ്പോൾ മമ്പുറം മഖാമും അതേപോലെ പാണക്കാടും തുഞ്ചൻ പറമ്പും പിന്നെ തിരുമാന്താംകുന്ന് ഭഗവതിയും പൊന്നാനിപ്പള്ളിയും നിലമ്പൂർ കാടുകളും ഒക്കെയുള്ള ദേശമാണിത്. ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി ദുർഗം എന്ന് തന്നെ പറയുന്ന സ്ഥലം. നമ്മൾ മാധ്യമങ്ങളൊക്കെ പറയാറ് എന്താ പൊന്നാപുരം കോട്ട എന്നൊക്കെയാണല്ലോ. എങ്കിൽ പോലും ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഒരു രാഷ്ട്രീയ ലബോറട്ടറി കൂടിയാണ് ഈ നാട് മലപ്പുറം. സാമൂഹിക സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ദേശമാണിത്. മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി എന്നിങ്ങനെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങൾ. നിലമ്പൂരും പൊന്നാനിയും ഇടതിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 16 മണ്ഡലങ്ങളിൽ 13 അല്ലെ 12 UDF നൽകി അതിന്റെ ശക്തി ദുർഗമാണെന്ന് വീണ്ടും തെളിയിച്ച മണ്ഡലം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ സംഖ്യ 13 ഉയർന്നു. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും, ഏത് ചുവപ്പൻ കാറ്റ് ആഞ്ഞു വീശിയാലും അപ്പോഴെല്ലാം ലീഗ് അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മണ്ഡലങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു കയറാൻ തുടർച്ചയായി ഇടതുമുന്നണി നടത്തുന്ന ശ്രമങ്ങൾ യുവ വോട്ടർമാരെയൊക്കെ അടക്കം സ്വാധീനിക്കുമോ എന്നതാണ് ചോദ്യം. മലപ്പുറം ജില്ല മൊത്തത്തിൽ UDF ഉണ്ടായിരിക്കും. പൊതുവെ സാഹചര്യത്തിൽ LDF മുന്നിട്ടിരിക്കുന്നതാണ്. LDF മലപ്പുറത്താ? ഇവിടെ പഴയ പോലെ UDFിലേക്കും പാലക്കാട് ആരെ ജയിക്കാന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. രമേശ് പിഷാരടിയും നമ്മുടെ പിന്നെ മലപ്പുറത്ത് LDF, പെരിന്തൽമണ്ണ, മങ്കട, തിരൂര്, വേങ്ങരൊക്കെ LDF കഴിക്കും. മലപ്പുറത്ത് പൊതുവെ UDF. ലീഗ് കൂടുതൽ സീറ്റ് പിടിക്കോ? പൊന്നാനി അങ്ങനെയുള്ള സീറ്റുകൾ, ജലീലിന്റെ സീറ്റൊക്കെ പിടിക്കോ? പറയുന്നുണ്ട്, അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ LDF ഭരണത്തിൽ വരും. സാഹചര്യം UDF തന്നെ ഇപ്രാവശ്യം. അല്ല, ആര് ജയിക്കും ഇവിടെ? ഇവിടെ കുഞ്ഞാലിക്കുട്ടി UDF ജയിക്കും. ഇത് എത്ര പറയുമ്പോൾ 14 സീറ്റ് എത്ര കിട്ടും പറയാൻ പറ്റില്ല. 15 ഒരു സീറ്റ് പോകും. അതേതാ? പൊന്നാനി പ്രതീക്ഷയില്ല. 16 കിട്ടും. LDF പിടിക്കുന്ന മണ്ഡലം ഏതായിരിക്കും ഇവിടെ? പൊന്നാനി ഉണ്ടായിരിക്കും, തവനൂര്, തിരൂര്, താനൂര്. അപ്പോൾ കഴിഞ്ഞ തവണ 4 ഇത്തവണ ഏതാണ്ട് 4 ഉണ്ടാവുന്നതാണ് പറയുന്നത്. തവനൂര് നമുക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ്, ജയിക്കുമെന്നാണ് പ്രതീക്ഷ. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് സാധ്യത എനിക്കറിയില്ല. മലപ്പുറത്ത് ആരാ ജയിക്കുക? നല്ല മനുഷ്യന്മാരാണ്, എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. സാമുദായിക സമവാക്യങ്ങൾ മാത്രമല്ല, പ്രവാസികളുടെ മനസ്സിലിരിപ്പ്, യുവാക്കൾ എന്താണ് ചിന്തിക്കുന്നത്, വികസനം എന്നിങ്ങനെ പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ചർച്ചയാകും. എന്താണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തിന്റെ മനസ്സ് ഈ തെരഞ്ഞെടുപ്പിൽ കാത്തുവച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത്. അത് നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങളിലേക്ക് പോവാം അല്ലേ? അതെ. എന്തിനാണ് ഈ 3ാം തവണ LDF ആളുകൾ വോട്ട് ചെയ്യേണ്ടത്? LDF ചെയ്യാൻ ബാക്കിയുള്ളത്? എന്ത് പുരോഗതി ഇവിടെ കമ്മിയുള്ളത്? തിരിച്ചാണ് ചോദ്യം. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യരുതാത്തത് എന്നാണ് ചോദ്യം അല്ലേ? എന്തിനാണ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇപ്പം എന്താ? എല്ലാവർക്കും ഇഷ്ടം വരെ പെൻഷനും. മാറ്റം തീർച്ചയായിട്ടും വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ രാജ്യം നശിച്ചു പോകും. നമ്മുടെ പൊളിറ്റിക്സ് ഒന്നും നോക്കണ്ട. ശരിക്കും മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ്, അല്ലെങ്കിൽ താറുമാറായിപ്പോകും. എന്താ പൊതുവിൽ കേരളത്തിൽ ഭരണം LDF ഒരു മുൻതൂക്കം കാണുന്നുണ്ട്. മാറണം എന്നാണ് ആഗ്രഹം. സാധ്യത കുറവാണ്. അപ്പം അടുത്ത തവണ UDF ആയിരിക്കും വരിക. നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ LDF ചാൻസ് കാണുന്നു. നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു അവസ്ഥ ഇതുവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. LDFന്റെ ഭരണം വളരെ മോശമായിരുന്നു. എന്നാലും ഒരു ചേഞ്ച് വന്നു. ആഗ്രഹം മാറണമെന്നാണ്. UDF അത് യാതൊരു അംശവും വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ? എന്നാൽ അതിലും ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. LDF തീർച്ചയായിട്ടും കേരളം ഭരിക്കും. ഒരു 85 സീറ്റ് ഉണ്ടാവും. 85 സീറ്റ് ഉണ്ടാവും. 103 സീറ്റ് കിട്ടും. 103 നിങ്ങൾ എഴുതി വെച്ചോളി. കിട്ടും. 103 ആണ്. 103. നല്ലൊരു 80 സീറ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. 100+ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 88 UDF-ന് 88. ഉപ്പിലിട്ടതിന്
ഓരോന്നിന്റെ കലവറ. കാന്താരി ഉണ്ട്, മാങ്ങ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചാമ്പങ്ങയുണ്ട്, ചോളമുണ്ട്. ഭൂമിക്ക് കീഴെയുള്ള എല്ലാ ഉപ്പിലിടും. അതെ, ഭൂമിക്ക് കീഴിലുള്ള എല്ലാ ഉപ്പിലിട്ട് വെച്ചേക്കും. UDF വരണം. ആരായിരിക്കും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി VD സതീശൻ. UDF വരൂല്ലേ? ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് തോന്നിയിട്ടില്ല? പിണറായി എങ്ങനെ UDF അധികാരത്തിൽ വന്നിട്ട്? അത് വേറെ അഭിപ്രായക്കാരിയാണോ? എന്താ നാളെ ലൈവില് വിടും. ആരാ ജയിക്കട്ടെ പറഞ്ഞ നീ പറയും. UDF വരണം. ഒരു ചേഞ്ച് ആവാം. ആരായിരിക്കും അടുത്ത തവണ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആൾ? ആരെങ്കിലും വരട്ടെ. വേങ്ങരയിലെ സഭ കൊണ്ടുപോയിക്കല് ജയിക്കോ? കേംഷാജി തോക്കുക. ആര് ജയിക്കാം? സഭ പോയി, ഭൂരിപക്ഷം പോയി. ഭരണമാറ്റം കേരളം ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല, നല്ല ആളുകൾ വരണമെന്നാണ്. ആര് വന്നാലും നല്ല ആളുകൾ വരണമെന്നാണ്. ചെറിയൊരു മാറ്റം വരണ്ടേ? ആണോ? മാറ്റം വരണമെന്നാണ്. ശരി, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ആരെങ്കിലും വരട്ടെ. വെളിച്ചം മങ്ങി ആകാശത്ത് നിറതിങ്കൾ ഉദിച്ചിരിക്കുന്നു. പൗർണമി തിങ്കൾ. ഇന്ന് പൗർണമി ദിവസമാണ്. ഏതായാലും ഏത് മുന്നണിയുടെ മുഖമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിറതിങ്കൾ പോലെ തിളങ്ങുന്നത് എന്ന് നമുക്കറിയില്ല. തെരുവിൽ രാഷ്ട്രീയം തിളച്ചൊഴുകുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ബാലട്രേഡർ യാത്ര തുടരുകയാണ്. മധുരത്തിന്റെ ബിരിയാണിയുടെ നല്ല കായ് വറുത്തതിന്റെ കോഴിക്കോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ചങ്കിലെ കോഴിക്കോട്ട് നാളെ കാണാം. കോഴിക്കോട്ടേക്ക്.